ഈ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുമാണ്. അതിന്റെ ഒന്നാമത്തെ ഭാഗമാകുന്ന 1-ാമത്തെ അധ്യായം നമ്മൾ പൂർത്തീകരിക്കാനായിട്ടിടയായി. ഇന്ന് നമ്മൾ അതിന്റെ 2-ാമത്തെ അധ്യായത്തിലേക്ക്, ഈ 2 തെസ്സലോനിക്കർക്ക് ലേഖനത്തിന്റെ 2-ാം ഭാഗമായ 2-ാമത്തെ അധ്യായത്തിലേക്ക് വരികയാണ്. ഈ 2-ാം അധ്യായത്തെ 3 ഭാഗങ്ങളായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. ഓരോ വേദ പണ്ഡിതന്മാരും വേദ പഠിതാക്കളും അവരുടെ ഇഷ്ടാനുസരണം പഠിക്കുവാൻ എളുപ്പത്തിനായി പല ഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. നമുക്ക് സൗകര്യപ്രദമായി ഇതിനെ ഒരു 3 ഭാഗമായി തിരിച്ചാൽ, ആദ്യത്തെ ഭാഗം 1-2 വാക്യങ്ങളാണ്. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. അത് കർത്താവിന്റെ പ്രത്യക്ഷതയും വിശ്വാസികളുടെ വിശുദ്ധന്മാരുടെ ഉൾപ്രാവണവും, കർത്താവ് വരുമ്പോൾ തന്നോടുകൂടെ ചേർക്കപ്പെടുന്ന അവസ്ഥകളെയും ആ 2 വാക്യങ്ങളിലൂടെ കാണാൻ കഴിയും. തുടർന്ന് 2-ാം അധ്യായം 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാളിന് മുൻപ്, കർത്താവിന്റെ നാളിന് മുമ്പ് നടക്കേണ്ടതായ കാര്യങ്ങൾ, എതിർ ക്രിസ്തുവിനെ കുറിച്ചും അത് സംബന്ധമായ എതിർ ക്രിസ്തുവിന്റെ ചില സ്വഭാവ സവിശേഷതകളും ആ സമയങ്ങളിൽ നടക്കേണ്ടതായ പല കാര്യങ്ങളും ആ ഭാഗത്തിൽ കാണാം. ഒടുവിലായി ഈ 2-ാം അധ്യായത്തിന്റെ 3-ാം ഭാഗത്തിൽ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിന്റെ നാളിൽ വിശുദ്ധന്മാർക്ക് ലഭിക്കുന്ന ആശ്വാസത്തെക്കുറിച്ചും പറയും. ഈ ഒരു അധ്യായം തന്നെ നമുക്ക് ഒരുപാട് വിശാലമായിട്ട് പഠിക്കാനുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും അന്ത്യകാല ദൈവശാസ്ത്രം എന്നറിയപ്പെടുന്ന എസ്കറ്റോളജി, അതുമായി ബന്ധപ്പെട്ടുള്ള ദൈവശാസ്ത്രപരമായ തിയോളജിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്, നമുക്ക് മനസ്സിലാവുന്ന തലങ്ങളിൽ നമ്മുടെ ആത്മീക ജീവിതത്തിന് ഫലപ്രദമായ തലത്തിലുള്ള ചില ചിന്തകൾ ഈ വചനങ്ങളിലൂടെ നമ്മൾ ഒന്നുകൂടെ നമുക്ക് ആത്മീയവർദ്ധനവിന് വേണ്ടി ഉതകത്തക്ക വിധത്തിൽ ചിന്തിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ ആദ്യ ഭാഗമായ 1-2 വാക്യങ്ങളിൽ നിന്ന് ആകുന്നിടത്തോളം കാര്യങ്ങൾ ചിന്തിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, നിങ്ങൾക്ക് വേദപുസ്തകം കയ്യിലുണ്ടെങ്കിൽ അതുകൂടെ എടുത്ത് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ, അത് എഴുതിയെടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. വേഗത്തിൽ ഞാൻ വായിക്കാം. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1-2 വാക്യം. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും വരുന്നു. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ചിന്തിച്ചു, ഈ 2-ാമത് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതേണ്ട കാരണം തന്നെ, പൗലോസ് അപ്പോസ്തലൻ 1-ാമത്തെ തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാമത്തെ ലേഖനത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൽ. പക്ഷെ അത് സംബന്ധമായിട്ട് ചില ആൾക്കാർ നുഴഞ്ഞു കയറുകയും ആ വാക്യത്തെ എടുത്തുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ കർത്താവ് യേശുവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞത് അത് ഇപ്പോൾ സംഭവിക്കുകയാണ് എന്നുള്ള ഒരവസ്ഥ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ മറ്റൊരു തലത്തിലേക്ക് തെറ്റിക്കാനായിട്ടിടയായി. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ജോലികൾ ഉപേക്ഷിച്ചു. യേശു കർത്താവ് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ദുരുപദേശത്തിൽ പെട്ടിട്ട് അവർ ഒതുങ്ങിയിരിക്കാൻ, അവർ മറ്റൊരു കാര്യങ്ങൾക്കും പോകാതെ വണ്ണം അവരുടെ ജീവിതങ്ങളെ ആ ഒരു തലത്തിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ. അപ്പോൾ വല്ല ആത്മാവിനാലോ എന്ന് പറയുമ്പോൾ കള്ളപ്രവചനങ്ങളും ദുഷ്ടാത്മാവിനാലും ദുരുപദേശങ്ങൾ പകർത്തുന്ന ആത്മാക്കൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം ആ സമയത്തുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയാണെങ്കിൽ അത് എത്രയോ മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ഞങ്ങൾ എഴുതിയെന്ന ലേഖനത്താലോ ഏതെങ്കിലുമൊക്കെ ആത്മാവിനാലോ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ സുബോധം വിട്ടു പോകരുത്, നിങ്ങൾ വേഗത്തിൽ ഇളവുകയോ ഞെട്ടിപ്പോവുകയോ ചെയ്യരുത് എന്ന് പറയുക. ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ വരവിൻ നാള് എന്ന് പറയുമ്പോൾ, ആ കർത്താവിന്റെ നാളെന്ന് പറയുമ്പോൾ തെസ്സലോനിക്ക സഭയിലുള്ള ആൾക്കാർ വിശ്വസിച്ചത് മഹോപദ്രവകാലം അല്ലെങ്കിൽ മഹാപീഡന കാലത്തിന്റെ ആദ്യ സമയങ്ങളിലാണ് അവർ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത അവരെ വല്ലാതെ അലട്ടുവാനും ഇടയായി തീർന്നെന്ന് കാണും. എന്നാൽ ആ കാര്യങ്ങളെ തിരുത്തുവാൻ വേണ്ടിയിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. യേശു കർത്താവിന്റെ നാളും ഈ സഭയുടെ ഉൾപ്രാപണവും അല്ലെങ്കിൽ യേശു കർത്താവിന്റെ പ്രത്യക്ഷത എന്ന് പറയുന്ന കാര്യങ്ങളും വ്യത്യസ്തമായ തലങ്ങളിൽ താൻ ഈ ജനത്തിന് വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 1-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ ഒരിക്കൽ കൂടെ വായിക്കുന്നു. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക 2 കാര്യങ്ങളാണ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത് യേശുവിന്റെ അടുക്കലേക്കുള്ള നമ്മുടെ സമാഗമനവും, യേശുവിന്റെ പ്രത്യക്ഷത. ഈ കർത്താവിന്റെ പ്രത്യക്ഷതയെ തന്നെ 2ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പല വിധത്തിലുള്ള പഠനങ്ങളുണ്ട്. വേദപണ്ഡിതന്മാർ, പഠിതാക്കൾ പല ഉപദേശങ്ങളും പലതരത്തിലൊക്കെ പറയുന്നു. യേശു കർത്താവ് ഒരിക്കൽ മാത്രമേ വരുള്ളൂ ഒരു കൂട്ടം പേർ പറയുന്നു. മറ്റൊരു കൂട്ടം പേർ പറയുന്നു യേശു കർത്താവ് എന്റെ പ്രത്യക്ഷതയിൽ 2-ാമത്തെ മടങ്ങി വരവിൽ 2 ഘട്ടങ്ങളുണ്ട് എന്നാണ് കാണുന്നത്.
അതിൽ ഒന്നാമത്തെ ഘട്ടത്തെയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. അതാണ് ഈ ഒന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ഘട്ടമാണ് രണ്ടാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കർത്താവിന്റെ നാൾ എന്നുള്ളത്. കൺഫ്യൂഷൻ ഉണ്ടാകണ്ട, വളരെ ശ്രദ്ധയോടെ ഇരുന്ന് നമ്മളത് വായിച്ചാൽ, തുടർന്നുള്ള ഈ ക്ലാസ് ശ്രദ്ധയോടെ കേട്ടാൽ നമുക്കത് മനസ്സിലാകും. അപ്പൊ അവിടെ പൗലോസ് ഈ വിധത്തിലുള്ള, അതായത് കർത്താവ് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു, മഹോപദ്രവകാലമൊക്കെ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ ആ തെറ്റിദ്ധാരണ മാറ്റിക്കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ അവർക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുകയാണ്. യേശുവിന്റെ പ്രത്യക്ഷത, രണ്ടാം വരവ് എന്ന് പറയുമ്പോൾ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് കാണുന്നത്. ഒന്നാമത്തേത് മഹോപദ്രവകാലത്തിന് മുമ്പ് വിശുദ്ധന്മാരെ ചേർക്കുവാൻ വേണ്ടി വരുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള യേശുവിന്റെ പ്രത്യക്ഷത. രണ്ടാമത്തേത് വിശുദ്ധന്മാരുമായി, അതായത് ഒന്നാമത്തെ വരവിൽ തന്റെ വിശുദ്ധന്മാരെ ചേർക്കുകയും രണ്ടാമത് ആ വിശുദ്ധന്മാരുമായി യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വരും. അത് മഹോപദ്രവത്തിന് ശേഷമുള്ള കാര്യമാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ആദ്യത്തെ ഭാഗത്തിലേക്ക് വരികയാണ്. വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള കർത്താവിന്റെ ഈ വരവ് കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് പുതിയ നിയമത്തിൽ 318 പ്രാവശ്യം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെക്കുറിച്ച്, രണ്ടാം വരവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് പുതിയ നിയമത്തിൽ കാണാനായിട്ട് കഴിയും. അപ്പോൾ അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് യേശുവിന്റെ പ്രത്യക്ഷത, അവിടുത്തെ രണ്ടാമത്തെ വരവ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് ഒരു കാര്യം അപേക്ഷിക്കുകയാണ്. അപ്പൊ അവന്റെ പ്രത്യക്ഷത, ഞാൻ പറഞ്ഞല്ലോ, വിശുദ്ധന്മാർക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് വരുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 2-3 വാക്യങ്ങൾ നമുക്കറിയാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ പിന്നെയും വന്ന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ചേർക്കുവാനായി ഞാൻ പിന്നെയും വരും എന്നാണ് അവിടെ യോഹന്നാനിലൂടെ ആ സുവിശേഷ ഭാഗത്തിലൂടെ കർത്താവ് നമുക്ക് വ്യക്തമാക്കി തന്നിരിക്കുന്നത്. അപ്പൊ യേശുവിന്റെ ആ പ്രത്യക്ഷതയെങ്കിൽ അവിടെ സംഭവിക്കുന്നത് തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, തന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരിക്കപ്പെട്ട് രക്ഷിക്കപ്പെട്ട് മാനസാന്തര അനുഭവത്തിൽ ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ കർത്താവ് കടന്നു വരും. അവർക്ക് വേണ്ടിയുള്ള വരവാണ് എന്ന് കാണും. അതുപോലെ 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 16-17 വാക്യങ്ങൾ നമ്മൾ കൂടുതലും യേശു കർത്താവിന്റെ വരവുമായി ബന്ധപ്പെട്ട് പറയുന്ന വചനങ്ങളാണത്. ഞാനത് വായിക്കാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള കർത്താവിന്റെ വരവ് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ഇതാണ് പൗലോസ് തെസ്സലോനിക്കക്കാർക്ക് ലേഖനം എഴുതുമ്പോൾ അതിന്റെ 2-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി കർത്താവ് വരും. ആ സമയത്ത് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ആ സമയത്ത് കർത്താവായ യേശുവിനെ എതിരേൽക്കുവാനായിട്ട് അവന്റെ അടുക്കലേക്കുള്ള നമ്മുടെ സമാഗമനം, ഇതിനെക്കുറിച്ച് നിങ്ങളോട് പറയുകയാണ്, അപേക്ഷിക്കുകയാണെന്നാണ് പൗലോസ് 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ സാധാരണ യേശു കർത്താവ് ഇങ്ങനെ തന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ വരുമ്പോൾ ആ വിശുദ്ധന്മാർക്ക് ഒരു ഉൽപ്രാവണം അഥവാ റാപ്ചർ സംഭവിക്കും എന്ന് പറയും. റാപ്ചർ എന്ന വാക്ക് വിശുദ്ധ ബൈബിളിൽ കാണുന്നില്ല. എന്നാൽ അത് സംബന്ധിക്കുന്നതായ അനേകം രേഖകളും സാഹചര്യങ്ങളും നമ്മൾ ബൈബിളിൽ കാണാൻ കഴിയും. റാപ്ചർ എന്ന വാക്ക് തന്നെ ഉണ്ടായത് അതിന്റെ മൂലഭാഷയായ ഹാർപാർട്സോ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഈ റാപ്ചസ് എന്ന് പറഞ്ഞ ലാറ്റിൻ പദം ഉണ്ടായത്. റാപ്ചസ്, അതിൽ നിന്നാണ് ഇംഗ്ലീഷ് വാക്കായ റാപ്ചർ ഉണ്ടായത്. അപ്പോ ഈ ഗ്രീക്ക് പദമായ ഹാർപാർട്സോ എന്ന് പറയുന്ന ആ വാക്കിന് കൊടുത്തിരിക്കുന്ന അർത്ഥം എടുക്കുക, ബലപ്രയോഗത്തിലൂടെ കൊണ്ടുപോവുക, പറിച്ചെടുക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് കാണുന്നത്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ സംഭവിക്കുന്ന ഇതാണ്. വിശുദ്ധന്മാരെ ഭൂമിയിൽ നിന്ന് പറിച്ചെടുക്കുകയാണ്. അവർ കർത്താവിന്റെ മധ്യാകാശത്തിൽ മേഘങ്ങളിൽ കർത്താവ് കടന്നു വരുമ്പോൾ ആ പ്രത്യക്ഷതയിൽ വിശുദ്ധന്മാർ, കർത്താവായ യേശു ക്രിസ്തു ഇവനെ രക്ഷിതാവായി സ്വീകരിച്ച് മരിച്ച വിശുദ്ധന്മാർ, അവർ ഉയർത്തെഴുന്നേൽക്കും. വിശുദ്ധന്മാരായ നമ്മൾ ഇപ്പോൾ കർത്താവ് വരികയാണെങ്കിൽ, നാം വിശുദ്ധിയോടെ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നുവെങ്കിൽ നമുക്കൊരു ഉൽപ്രാവണം സംഭവിക്കും. അതിനെയാണ് മറുരൂപമാക്കപ്പെടുക എന്ന് പറയുന്നത്. നമ്മളെ അവിടുന്ന് ഈ ഭൂമിയിൽ നിന്ന് തന്റെ അടുക്കിലേക്ക് ചേർക്കുകയാണ്. അതാണ് പൗലോസ് പറയുന്നത്. യേശുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കിലേക്കുള്ള നമ്മുടെ സമാഗമനവും, ഇതാണ് ആ കർത്താവിന്റെ പ്രത്യക്ഷതയുടെ ആദ്യ ഘട്ടത്തിൽ നടക്കുന്നത് എന്ന് മനസ്സിലാക്കണം. നോക്കുക, ഇവിടെ ബൈബിൾ പ്രകാരം എല്ലാ ക്രൈസ്തവ വിശുദ്ധന്മാരും കർത്താവിനെ എതിരേൽക്കുവാൻ ആകാശമേഖലയിൽ എടുക്കപ്പെടുന്ന സംഭവത്തെയാണ് ഈ ഉൽപ്രാവണം അല്ലെങ്കിൽ മറുരൂപമാക്കപ്പെട്ട് അവന്റെ അടുക്കിലേക്ക് ചേരുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വിശുദ്ധ വേദപുസ്തകം നമ്മൾ നോക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, വെളിപ്പാട് 20-ന്റെ 6, ഇത് 1-ാമത്തെ പുനരുത്ഥാനം. 5 മുതൽ വായിക്കുകയാണെങ്കിൽ, മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയോളം ജീവിച്ചില്ല എന്ന് പറയുകയാണ്.
തൊട്ട് മുകളിലോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കർത്താവിന്റെ വരവിൻ നാളിൽ ഈ പറഞ്ഞിരിക്കുന്ന തെസ്സലോനിക്ക ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കർത്താവിന്റെ അടുക്കലേക്ക് തന്റെ വിശുദ്ധന്മാർ ചേർക്കപ്പെടുകയാണ്. എന്നാൽ ആ ചേർക്കപ്പെടുന്ന ആ ഉൾപ്രാവണത്തെയാണ് ഒന്നാമത്തെ പുനരുദ്ധാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരെന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയും. 6-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. ഇത് ഒന്നാമത്തെ പുനരുദ്ധാനം. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. കണ്ടോ, കർത്താവിന്റെ വിശുദ്ധന്മാരാണ് ഈ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ കർത്താവിന്റെ പ്രത്യക്ഷതയുടെ ആദ്യഘട്ടത്തിൽ തന്നെ എതിരേൽക്കുവാൻ, തന്റെ അടുക്കിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാൻ സാധ്യമാകുന്നത്. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും എന്ന് പറയുക. അപ്പൊ 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പ് സംഭവിക്കുന്ന ഈ ഒരു കാര്യമാണ്. കാരണം ഇവർക്കിനി രണ്ടാം മരണത്തിന് ഇവരുടെ മേൽ അധികാരമില്ല. നിങ്ങൾ വെളിപ്പാട് പുസ്തകം ശ്രദ്ധയോടെ പഠിച്ചാൽ മനസ്സിലായി, രണ്ടാം മരണം എന്ന് പറയുന്നത് നരകമാണ്. ആ നരകത്തിന് ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർക്ക് അവരുടെ മേൽ അധികാരമില്ല. നരകത്തിന് ഇനി ഇവരെ തൊടാൻ കഴിയില്ല. ഒന്നാമത്തെ പുനരുദ്ധാനം പങ്കുള്ളവരായി മാറുകയാണ്. അത് യേശു മേഘങ്ങളിൽ തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി വരുമ്പോൾ സംഭവിക്കും. അത് ഏത് സമയത്തുമാകാം, നമ്മൾ മരിച്ച ശേഷമാകാം, ജീവനോട് ഇരിക്കുമ്പോഴാകാം. എന്നാൽ ആ കർത്താവ് കടന്നു വരുന്ന സമയത്ത് കാഹളം കേൾക്കുമ്പോൾ അവനോടുകൂടെ എടുക്കപ്പെടാനുള്ള ഒരുക്കത്തോടുകൂടെ നാം ഓരോ നാളും ചിലവഴിക്കേണ്ടത് ആവശ്യമാണ്. ഈ കർത്താവ് കടന്നു വരുന്ന സമയത്ത് വിശുദ്ധന്മാർ അവന്റെ അടുക്കിലേക്ക് കടന്നു പോകും. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ. ഈ പുനരുദ്ധാനത്തെ കുറിച്ച് കുറെ വാക്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. ഞാൻ അത് വേഗത്തിൽ പറഞ്ഞ് ആ വാക്യങ്ങൾ പറഞ്ഞ് ഞാൻ വിടുകയാണ്. ലൂക്കോസ് സുവിശേഷം 14-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ അതിന് നീതിമാന്മാരുടെ പുനരുദ്ധാനം എന്നാണ് പറയുന്നത്. നീതിമാന്മാരുടെ പുനരുദ്ധാനം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ എഴുതി വെച്ച ആ വചനം മുഴുവനും വായിക്കുക. ഫിലിപ്പിയർക്ക് ലേഖനം 3-ാം അധ്യായം 11-ാം വാക്യം. ഫിലിപ്പിയർ 3:11. അത് നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം. മരിച്ചവരുടെ പുനരുദ്ധാനമല്ല, മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം. അതിന്റെ അർത്ഥം മരിച്ചവർ എല്ലാവരും ഈ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കാളികളാകുന്നില്ല. കുറച്ചുപേർ മാത്രമേ പങ്കാളികളാകുന്നുള്ളൂ. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ മരിച്ച എല്ലാവരും പങ്കാളിയാകുന്നില്ല. പിന്നെയോ ക്രിസ്തുവിൽ മരിച്ചവർ, അവർ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കാളികളാണ്. ക്രിസ്തുവിൽ മരിച്ചവർ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കാളികളാകണമെങ്കിൽ അവർ ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ ക്രിസ്തുവിൽ മരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. മരണശേഷം നമുക്ക് ആൾക്കാരോട് പറയാം, ഇന്നയാൾ ഇത്ര മണിക്ക് ഇന്ന ദിവസം അവർ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. പക്ഷേ നമുക്കങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാം. പക്ഷെ അവൻ കർത്താവിൽ നിദ്ര പ്രാപിക്കണമെങ്കിൽ, കർത്താവിൽ മരിക്കണമെങ്കിൽ കർത്താവിൽ ജീവിക്കുന്നവനായിരിക്കണം. പാപത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് അങ്ങനെ കർത്താവിൽ മരിക്കാൻ കഴിയും? ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ക്രിസ്തുവിൽ മരിക്കാനും കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവനോടെയുള്ള ഈ നാളുകൾ, ഈ നിമിഷങ്ങൾ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഞാനും നിങ്ങളും ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്നല്ലേ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്. ഇപ്പോൾ എന്ന് പറയുന്ന ആ നിമിഷം, ഞാൻ എന്റെ സന്ദേശങ്ങൾ പലവട്ടം പറഞ്ഞിട്ടുള്ളതും ആവർത്തിക്കുന്നതുമായ ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്ന് പറയാൻ കഴിയുന്ന, നൗ എന്ന് പറയാൻ കഴിയുന്ന ഈ നിമിഷം വളരെ വിലയേറിയതാണ്. കാരണം 50-60 വർഷങ്ങൾ മുഴുവനും കർത്താവിനെ സേവിച്ചും കർത്താവിനെ പ്രസംഗിച്ചും നടന്നിട്ട് അവസാന നിമിഷങ്ങൾ വഴിതെറ്റിപ്പോയാൽ, പാപത്തിൽ ചെന്ന് പെടുന്നവനായി മാറിയാൽ, പിന്മാറ്റത്തിൽ പോയാൽ, അവൻ മരിക്കുന്നത് പിന്മാറ്റത്തിലാണ്, പാപത്തിലാണ്. അവൻ ക്രിസ്തുവിൽ മരിച്ചെന്ന് പറയാൻ കഴിയുകയില്ല. അപ്പൊ അവസാന നിമിഷം വളരെ പ്രാധാന്യം അർഹിക്കുന്ന നിമിഷങ്ങളാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് അവസാന നിമിഷങ്ങൾ എങ്ങനെ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഓരോ നിമിഷവും നമ്മൾ ക്രിസ്തുവിൽ ജീവിക്കണം. ഏത് സമയത്ത് നമ്മുടെ ശ്വാസം പോയാലും, ഏത് സമയത്തിൽ കർത്താവ് വന്നാലും, ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഒന്നുകിൽ നമ്മുടെ മരണം, അല്ലെങ്കിൽ കർത്താവിന്റെ രണ്ടാം വരവ്. ഒന്നുകിൽ മരിച്ചുപോയാണെങ്കിൽ ക്രിസ്തുവിലാണ് മരിക്കുന്നതെങ്കിൽ നമുക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ സാധിക്കും. ക്രിസ്തുവിലാണ് ജീവിക്കുന്നതെങ്കിൽ ആ കർത്താവ് മേഘങ്ങളിൽ വരുമ്പോൾ നമുക്ക് അവനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ മറുരൂപരാക്കപ്പെട്ട് ആത്മീക ശരീരത്തോടുകൂടെ അവന്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലാൻ കഴിയും. ഈ ഒരു സത്യം നമ്മൾ അറിയണമെന്ന് പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. വീണ്ടും പുനരുദ്ധാനത്തെ കുറിച്ച് എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വിശ്വാസത്തിന്റെ പ്രവൃത്തി ശക്തിയോടെ പൂർത്തീകരിക്കപ്പെടണമെന്ന ഭാഗം പറഞ്ഞപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ്. കാരണം ഏറ്റവും നല്ല ഒരു ഉയർത്തെഴുന്നേൽപ്പ്, അതായത് ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ, അതല്ലേ വെളിപ്പാട് 20:6 പറഞ്ഞിരിക്കുന്നത്. അവന്റെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ മരിച്ച്, അല്ലെങ്കിൽ ക്രിസ്തുവിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉൽപ്രാവണം പ്രാപിച്ച് കർത്താവിന്റെ അടുക്കൽ എത്തുന്ന ഒരു അവസ്ഥയിൽ വരുന്നവന്റെ മേൽ നരകത്തിന്, രണ്ടാം മരണത്തിന് യാതൊരു അധികാരവും ഇല്ല എന്ന് പറയുക. അതുകൊണ്ട് ഈ ഒരു നല്ല പുനരുദ്ധാനത്തിന് വേണ്ടി, ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കാളികളായി തീരുവാൻ, കർത്താവിന്റെ അടുക്കൽ ഉൽപ്രാവണത്തിൽ പങ്കാളികളായി തീരേണ്ടതിന് ഈ ലോകത്തിലുള്ള കഷ്ടങ്ങൾ അവർ സഹിച്ചു. വിശ്വാസ വീരന്മാർ
ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയിട്ട് ശോധനകളും ഉപദ്രവങ്ങളും കഷ്ടപ്പാടുകളും ഈ ലോകത്തിലെ സകലവിധമായ ബലഹീനതകളും അവർ അനുഭവിച്ചുകൊണ്ട് ഈ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി അവർ കാത്തിരുന്നു, പോരാടി എന്ന് കാണുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 28-29 വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുന്നു, ഇവിടെ ജീവന് വേണ്ടി പുനരുദ്ധാനം ചെയ്യുന്ന നാഴിക, ജീവന് വേണ്ടി പുനരുദ്ധാനം ചെയ്യുന്ന ദൈവമക്കളെ കുറിച്ച് അവിടെ പറയുകയാണ്. അപ്പോ ആ ജീവൻ നിത്യജീവന് വേണ്ടിയിട്ടുള്ള ഒരു പുനരുദ്ധാനത്തെ കാണിക്കുന്നു. അങ്ങനെ പുനരുദ്ധാനത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ പുനരുദ്ധാനം മരിച്ചവരുടെ ഇടയിൽ നിന്നുമുള്ളതാണ് എന്ന് കാണുന്നു. ഇനി ഇതില് പങ്കാളികളാവുന്നവരാരൊക്കെയാണ്? ഒന്നാമത്തെ പുനരുദ്ധാനം ഞാൻ ഇതിനകം പറഞ്ഞു, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികൾ ഇതിന് പങ്കാളികളായി തീരും. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ കുറച്ചുകൂടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 4-ാം വാക്യം, 6 വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും, ശ്രദ്ധിച്ചു കേൾക്കണമേ, യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും, രക്തസാക്ഷികളാക്കപ്പെട്ടവർ, മൃഗത്തെയോ, മൃഗം എന്ന് പറഞ്ഞിരിക്കുന്ന എതിർ ക്രിസ്തുവാണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാം. മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. 6-ാം വാക്യം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരും വിശുദ്ധരുമാകുന്നു, അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അപ്പോ ഇവിടെ 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് യേശുവിന്റെ സാക്ഷ്യവും ദൈവവചന നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായുള്ള ആത്മാക്കളെയും ഞാൻ കണ്ടു. പണ്ടൊക്കെ നമുക്കിത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഈ മൃഗത്തിന്റെ മുദ്ര നെറ്റിയിലോ കൈമേലോ ഒക്കെ ധരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇപ്പോഴത്തെ നമ്മുടെ ആ ടെക്നോളജി അനുസരിച്ച് നമ്മുടെ ബുദ്ധി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചിപ്പുകൾ ഘടിപ്പിക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ അത് വേറെന്തായിട്ട് മാറിക്കൂടാന്നൊന്നുമില്ല. അത് ആ ഒരു പ്രോഗ്രസീവ് റെവല്യൂഷൻ ആണെന്ന് നമ്മളത് മനസ്സിലാക്കുന്നത്. അപ്പൊ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോഴത്തെ ശാസ്ത്രത്തിൻ്റെതാകുന്ന കണ്ടുപിടുത്തങ്ങൾ അനുസരിച്ച് ചെറിയ ചെറിയ ചിപ്പുകൾ കൈമേലോ നെറ്റിമേലോ ഒക്കെ വെക്കാം. പക്ഷെ ഇനിയും ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതനുസരിച്ച് അതും ചിലപ്പോൾ മാറി മറ്റേതെങ്കിലും ഒരു അവസ്ഥയിലോട്ട് നെറ്റിയിലോ കയ്യിലോ ഒക്കെ പതിക്കുന്ന മറ്റെന്തെങ്കിലും ഒക്കെ ആയിക്കൂടാന്നൊന്നുമില്ല. എന്തായാലും അതിനെ ഒന്നും നമസ്കരിക്കാതെ വണ്ണം ആ പ്രതിമയുടെ എതിർ ക്രിസ്തുവിന്റെ ക്രിയകൾക്ക്, ക്രിസ്തുവിന് വിരോധമായ ക്രിയകൾക്കോ പ്രതിമകളെയോ അതിൻ്റെതായ വിഗ്രഹങ്ങളെയോ നമസ്കരിക്കാതെ ക്രിസ്തുവിന്റെ വചനവും കർത്താവിന്റെ സാക്ഷി നിമിത്തം രക്തസാക്ഷി ആകേണ്ടി വരുന്ന സാഹചര്യം വരെ എത്തിച്ചേരുമ്പോഴും കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരാണ് ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവരായി തീരുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ പുനരുദ്ധാനം ഉണ്ടെങ്കിൽ 2-ാമത്തെ പുനരുദ്ധാനം ഉണ്ട്, അല്ലെ? ആ 2-ാമത്തെ പുനരുദ്ധാനം എപ്പോഴാണ് സംഭവിക്കുന്നത്? അത് ഈ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. കണ്ടോ? അപ്പോ പുനരുദ്ധാനം 2ആണ്. മരിച്ചവരിടയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പാണ് ആദ്യത്തേത്, ഒന്നാമത്തെ പുനരുദ്ധാനം. അത് കർത്താവിന്റെ വിശുദ്ധന്മാരാണ്, ക്രിസ്തുവിനോട് രക്തസാക്ഷികളായവരാണ്, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിച്ചവരാണ്, കർത്താവിന്റെ വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ച് അവന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരാണ് ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ യേശുവിന്റെ പ്രത്യക്ഷതയുടെ ആദ്യ ഘട്ടത്തിൽ കർത്താവിന്റെ അടുക്കിലേക്ക് ചേരുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഉയർത്തെഴുന്നേൽക്കാത്ത ബാക്കി പേരുണ്ട്. പാപത്തിൽ മരിച്ചവർ, ക്രിസ്തുവിനെ കൂടാതെ മരിച്ചവർ, കർത്താവിനെ അറിയാതെ മരിച്ചവരായിട്ടുള്ള വ്യക്തി ജീവിതങ്ങൾ, അവരെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുന്നത് അതാണ് പറഞ്ഞത്. മരിച്ചവരിൽ ശേഷമുള്ളവർ, ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കാളികളാകാത്തവർ, അതാണ് മരിച്ചവരിൽ ശേഷമുള്ളവർ. അവർ 1000 ആണ്ട് കഴിയോളം ജീവിച്ചില്ല. അപ്പൊ ഒന്നാമത്തെ പുനരുദ്ധാനത്തിനും 2-ാമത്തെ പുനരുദ്ധാനത്തിനും ഇടയിൽ ഒരു കാലഘട്ടം, ഒരു ഇടവേളയുണ്ട്. അതിനെയാണ് മില്ലേനിയം എന്ന് പറയുന്നത്, സഹസ്രാബ്ദ വാഴ്ച എന്ന് പറയുന്നത്, 1000 ആണ്ടത്തെ വാഴ്ച എന്ന് പറയുന്നത്. പഴയ നിയമ പ്രവാചകന്മാരുടെ എല്ലാം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്കത് മറ്റൊരവസരം ദൈവം അനുവദിച്ചാൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ പുനരുദ്ധാനത്തിനും 2-ാമത്തെ പുനരുദ്ധാനത്തിനും ഇടയിൽ ഒരു ഗ്യാപ്പുണ്ട്. അത് 1000 ആണ്ട് ആണ് എന്ന് കാണാൻ കഴിയും. ഇത്രയാണ് നമ്മൾ ഇത്ര നേരം ചിന്തിച്ചത്. നമ്മൾ മനസ്സിലാക്കുക, കർത്താവിന്റെ വരവിന്റെ പ്രത്യക്ഷതയിൽ ആദ്യ ഘട്ടത്തിൽ വരുന്നത് തന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. കർത്താവിന്റെ സാക്ഷ്യവും വചനവും നിമിത്തം വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ച് ഇവൻ രക്തസാക്ഷികളാകാൻ പോലും തയ്യാറായവരും ഇപ്പോഴും പ്രയാസങ്ങളും അനുഭവിച്ച് യേശുവിന്റെ വരവിന് വേണ്ടി വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന, രക്ഷിക്കപ്പെട്ട് മാനസാന്തര അനുഭവത്തിൽ ജീവിക്കുന്ന ഓരോ ദൈവവൈദ്യരും ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവരായിത്തീരും. അതാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ 2-ാമത്തെ പുനരുദ്ധാനത്തിൽ സംഭവിക്കുന്നത് 20-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. 2-ാമത്തെ പുനരുദ്ധാനം ക്രിസ്തുവിനെ കൂടാതെ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വെളിപ്പാട് 20:13,
സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തര് അവനവന്റെ പ്രവൃത്തികൾക്ക് അടുത്ത വിധി ഉണ്ടായി. പിന്നെയാണ് ന്യായവിധി ഉണ്ടാകുന്നത് എന്ന് കാണും. അപ്പൊ ഈ ഉൽപ്രാവണം സംഭവിക്കുന്നത് എത്ര സമയമെടുക്കും എന്ന് ചോദിച്ചാൽ, ഉൽപ്രാവണം അല്ലെങ്കിൽ കർത്താവ് വരുമ്പോൾ ഈ വിശുദ്ധന്മാർ അങ്ങോട്ട് എടുക്കപ്പെടാൻ എത്ര സമയമെടുക്കും? അത് നമ്മൾ നോക്കുകയാണെങ്കിൽ 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 52-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം നമുക്ക് കാണാം: നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്ന ഇടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. റാപ്ചർ സംഭവിക്കും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഇതാണ് ഒന്നാമത്തെ പുനരുത്ഥാനം. പ്രൈസ് ദി ലോർഡ്. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എല്ലാവരും മരിക്കില്ല. അതാണ് വളരെ പൗലോസ് വ്യക്തമായി പറഞ്ഞത്. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവർ ആദ്യം, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം യേശുവിനെ എതിരേൽക്കുവാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ വചനം കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. സന്ദേശത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. ഇത് വളരെ വിശാലമായിട്ടൊരു വിഷയമാണ്. പക്ഷെ നമ്മൾ അരമണിക്കൂർ കൊണ്ട് ചിന്തിച്ച് നിർത്തുകയാണ്. നമുക്ക് അതിന്റെ കാര്യം മനസ്സിലായാൽ മതി. ഒരുപാട് തിയോളജിക്കൽ നോളജ് നല്ലതാണ്, തർക്കിക്കുന്നവരോട് പറയാം. പക്ഷേ വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും ഈ വചനം വിശ്വാസത്തോടെ ഏറ്റെടുത്തുകൊണ്ട് അതിനുവേണ്ടി തയ്യാറെടുക്കുവാൻ തക്കണം നമുക്കിടയാകണം. നാം എല്ലാവരും, പൗലോസ് അപ്പോസ്തലൻ പറയുന്നു 1 കൊരിന്ത്യർ 15:52 ഒരിക്കൽ കൂടെ വായിക്കാം: നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുവയ്ക്കുന്നിടയിൽ, നോടി നേരത്തിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. പിന്നെ ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ പ്രാപിക്കുമെന്നൊക്കെ പറയണം. അതല്ലേ മൃത്യോർമ അമൃതം ഗമയ എന്നൊക്കെ പറയുന്നില്ലേ? മരണത്തിൽ നിന്ന് അമർത്യതയിലേക്ക്, മരണമില്ലായ്മയിലേക്ക്, ജീവനിലേക്ക് നയിക്കണമേ. അതാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഈ ദ്രവത്വമുള്ളത്, ദ്രവിച്ചു പോകുന്നത് മരണകരമായി, അത് മാറി ആ അദ്രവത്വം, ദ്രവിക്കാത്ത ശരീരത്തെ പ്രാപിച്ചുകൊണ്ട് മറുരൂപരാക്കപ്പെട്ട് കർത്താവിനോടുകൂടെ യുഗായുഗം വാഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ ഒരു വചനം നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കർത്താവ് യേശു ഈ നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം വായിക്കുമ്പോൾ ലാസറിന്റെ കല്ലറയ്ക്കൽ വന്നു. നമുക്കറിയാം, മരിച്ചു അഴുകി നാറ്റം വെച്ച് തുടങ്ങിയ ഒരു ശവശരീരമാണ് കല്ലറയ്ക്കകത്തിരിക്കുന്നത്. പക്ഷെ പുറത്തു നിന്ന് യേശു ഒരൊറ്റ വിളി, എന്താ വിളിച്ചത്? ലാസറേ പുറത്തു വരിക. മരിച്ചവൻ പുറത്തു വന്നു, ജീവനോടെ പുറത്തു വന്നു. നിമിഷത്തിൽ കണ്ണുവയ്ക്കുന്നതിനിടയിൽ എല്ലാവരും അന്തം വിട്ട് നിൽക്കുന്ന, ആശ്ചര്യപ്പെട്ടു നിൽക്കുന്ന ആ നിമിഷത്തിൽ യേശുവിന്റെ ഒരു ശബ്ദം, ലാസറേ പുറത്തു വരിക എന്ന ശബ്ദം കേട്ട ഉടനെ അവൻ പുറത്തേക്കും. ഇതുപോലെ കർത്താവ് തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാനായി മേഘത്തിൽ കടന്നു വരുമ്പോൾ, മധ്യാകാശത്തിൽ കടന്നു വരുമ്പോൾ, തന്റെ ദൂതന്മാരുടെ ശബ്ദവും കാഹളവും എല്ലാം മുഴങ്ങുമ്പോൾ ആ ശബ്ദം എല്ലാവരും കേൾക്കത്തില്ല. കാഹളത്തിന്റെ ശബ്ദം എല്ലാവരും കേൾക്കത്തില്ല. അവിടെ ഒരുപാട് ലാസർമാർ മരിച്ചവരുണ്ടായിരുന്നു. പക്ഷെ യേശു ആരെയാണ് വിളിച്ചത്? ആരെയാണ് ഉദ്ദേശിച്ചത്? ആ ലാസർ പുറത്തു വന്നു. കാഹളം ധ്വനിക്കുമ്പോൾ വിശുദ്ധന്മാർ, ക്രിസ്തുവിൽ മരിച്ചവർ ആ ശബ്ദം കേൾക്കും, അവർ മാത്രം ഉയർത്തെഴുന്നേൽക്കും. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ യേശു കർത്താവ് വരുന്നതിന് മുമ്പ് നമ്മൾ ഈ ലോകവാസം വെടിഞ്ഞാൽ ഈ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും? അവന്റെ കാഹളത്തിന്റെ സ്വരം നമുക്ക് കേൾക്കാൻ കഴിയും? കേട്ടാൽ നമ്മൾ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായി തീരും. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരാണ്. അവരുടെ മേൽ രണ്ടാം മരണമായ നരകത്തിന് ഒരു അധികാരവുമില്ല. ഈ 2 തെസ്സലോനിക്കർക്ക് ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം കൂടെ ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു. കർത്താവിന്റെ നാൾ, അത് കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷതയുടെ 2-ാം ഘട്ടമാണ്. 1000 ആണ്ടുകൾക്ക് ശേഷം സംഭവിക്കുന്ന ഒരു അനുഭവമായിട്ടാണ് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇനി ഓരോരുത്തരും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പഠിച്ചിട്ട് നമുക്ക് ഏറെക്കുറെ വിശ്വസിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഞാൻ വിശ്വസിക്കാറുള്ളത്. എന്നിട്ടും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവ് ഇങ്ങനെയൊക്കെയാണ് എഴുതിയിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്, ഇതിൽ ഇന്ന കാര്യങ്ങളാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇതെല്ലാം നമുക്ക് അന്ന് അനുഭവിച്ചറിയാൻ കഴിയും. ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്: ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായി തീരുക. അത്രേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അത് എപ്പോ വേണമെങ്കിലും സംഭവിക്കട്ടെ. അതിനി ഒരു 10,000 വർഷം കഴിഞ്ഞിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോഴാകട്ടെ, എപ്പോഴും ആയിക്കോട്ടെ, ഇത് യാഥാർത്ഥ്യമാണ്. അവിടുന്ന് വരും. ഒന്നാമത്തെ പുനരുത്ഥാനം ഉണ്ടാകും, 2ാമത്തെ പുനരുത്ഥാനം ഉണ്ടാകും. നമ്മളെല്ലാവരും ആദ്യത്തെ പുനരുത്ഥാനത്തിൽ പങ്കാളികളാണ്, ആകണം. അതിനുവേണ്ടി ഒരുങ്ങണം. ഇനി കർത്താവിന്റെ നാൾ സംബന്ധിച്ച് അവിടെ പൗലോസ് പറയുകയാണ്, അത് അടുത്തിരിക്കുന്നെന്ന് വെച്ചാൽ നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്താലുള്ള ലേഖനത്താലോ സുബോധം പെട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും അരുത് എന്ന് പറയുക. പ്രിയമുള്ളവരെ,
ഇപ്പൊ തന്നെ പലരും പലതൊക്കെ പറയുന്നുണ്ട്. കർത്താവ് യേശു ക്രിസ്തു വന്നു കഴിഞ്ഞു, കുറെ കാഹളങ്ങൾ മുഴങ്ങിക്കഴിഞ്ഞു. ഒരുപാട് പുസ്തകത്തിൽ കുറെ കാഹളങ്ങളെ കുറിച്ചൊക്കെ പറയുന്നല്ലോ. ഒന്നാം കാഹളം മുഴങ്ങി ഇന്നത് സംഭവിച്ചു, രണ്ടാം കാഹളം മുഴങ്ങി ഇന്ന കാര്യങ്ങൾ സംഭവിച്ചു, അതുകൊണ്ട് കാഹളങ്ങളൊക്കെ മുഴങ്ങി കർത്താവ് വന്നു, ഇന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലരെല്ലാം പറഞ്ഞ് എല്ലാം വിട്ടും വരിക, ഇവിടെ ഇമ്മാനുവേൽ വന്നു കഴിഞ്ഞു, ചക്രവർത്തിയായിട്ട് വന്നു കഴിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞ് കർത്താവ് വന്നു എന്ന് പറഞ്ഞ് അവരുടെ രാജ്യം സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കി അങ്ങനെ തെറ്റിച്ചു കളയുകയാണ്. ഇവിടെ വളരെ വ്യക്തമായി മനസ്സിലാക്കണം, അന്നും ഇതുപോലെ പൗലോസിന്റെ ലേഖനം എടുത്തു വെച്ചിട്ട് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ജനങ്ങളെ തെറ്റിക്കുന്ന ദുരുപദേഷ്ടാക്കന്മാർ കയറി വ്യാജ ആത്മാവിനാൽ ജനങ്ങളെ തെറ്റിച്ചു. അതുകൊണ്ടാണ് പൗലോസ് 2 തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതിയത്. അത് നന്നായി. ഇന്ന് നമുക്കത് മനസ്സിലാക്കാൻ കാരണമായി. ഇന്ന് നമ്മൾ ഏകദേശം കർത്താവിന്റെ വരവിന്റെ വാതിൽക്കലോളം എത്തിച്ചേർന്ന് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് ഭയങ്കരമായി കൂടുകയാണ്. എതിർ ക്രിസ്തുവിന്റെ ശക്തികൾ ഇപ്പോൾ തന്നെ ശക്തമായി വ്യാപരിക്കുന്നു. അന്നേ യോഹന്നാൻ ലേഖനങ്ങൾ എഴുതി വെച്ചു. അത് നടക്കുന്നൊരു സമയമാണ്. കർത്താവ് വന്നു കഴിഞ്ഞു എന്ന് പഠിപ്പിക്കുന്ന വലിയൊരു കൂട്ടം പേർ. ചിലർ പറഞ്ഞ് കർത്താവ് വന്നു കഴിഞ്ഞു, ഒലിവുമല 2 പിളർന്നു നിൽക്കുകയാണെന്നൊക്കെ പറയുന്നു. എന്നാൽ വളരെ വ്യക്തമായി വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കണമേ. പലരും ഇങ്ങനെയുള്ള ദുരുപദേശങ്ങൾ പെട്ടിട്ട് നമുക്ക് എത്രയോ കഥകൾ അറിയാം. യേശു ക്രിസ്തു ഇന്ന ദിവസം വരുമെന്ന് വർഷവും ദിവസവും മണിക്കൂറും സമയവും എല്ലാം ഒരു സെക്കൻഡ് പോലും തെറ്റാതെ പ്രവചിച്ച അനേക പ്രവാചകന്മാർ പല രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നു. അവരെല്ലാവരും വിറ്റും ഒക്കെ ഈ കർത്താവിനോട് കാത്തിരുന്നു. കർത്താവ് യേശു വന്നില്ല. അതിൽ അനേകർ ആത്മഹത്യ ചെയ്ത ചരിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സഭ ഛിന്ന ഭിന്നമായി പോയ അനുഭവങ്ങളുണ്ട്. ഇത് പിശാചിന്റെ വലിയ തന്ത്രമാണ്. ഇത് സാത്താൻ കലക്കത്തിന്റെ ആത്മാവായി വ്യാപരിക്കുന്നതാണ്. പൗലോസ് ഈ ഒരു പശ്ചാത്തലത്തിൽ പറയുകയാണ്, വല്ല ആത്മാവിനാലോ ഞങ്ങൾ എഴുതി. കർത്താവ് വരുന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ ആ എഴുതി എന്നുള്ള ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സുബോധം വിട്ട് ആകരുത്, ഭ്രാന്ത് കാണിക്കരുത്. കർത്താവിന്റെ വചനത്തിൽ നിങ്ങൾ ശ്രദ്ധയോടിരിക്കണം. ഇനി ഈ കർത്താവിന്റെ നാൾ വരുന്നതിന് മുമ്പ്, അതായത് യേശു കർത്താവിന്റെ ആ പ്രത്യക്ഷതയുടെ 2ാമത്തെ ഘട്ടം സംഭവിക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് സംഭവിക്കേണ്ടത് എന്നാണ് തുടർന്ന് 3 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത്. അത് നമ്മൾ അടുത്ത ആഴ്ച ചിന്തിക്കും. അതിനകത്താണ് എതിർ ക്രിസ്തുവിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത് നമുക്ക് ചിന്തിക്കാം. കർത്താവിന്റെ വിശുദ്ധന്മാരുമൊത്ത് കർത്താവ് വരുന്നതിനെ കുറിച്ച് ഒരുപാട് വാക്യങ്ങളുണ്ട്. അവിടെ കർത്താവ് വരുമ്പോൾ അവനെല്ലാവരും കാണും. അവനെ കുത്തിത്തുളച്ചവരും കർത്താവിനെ എല്ലാവരും, കർത്താവിനെ കുത്തിത്തുളച്ച ഏത് കണ്ടും കർത്താവിനെ കാണുമെന്ന് പറയണം. മത്തായി 24, 29 മുതൽ 31 വരെ, മത്തായി 25 31 മുതൽ 46 വരെ, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം, 19 11 മുതൽ 21 വരെ, യെശയ്യാവ് 63 1 മുതൽ 6, യോവേൽ പ്രവചനം 3-ാം അധ്യായം. ഇതെല്ലാം വായിക്കുമ്പോൾ യേശുവിന്റെ ആ പ്രത്യക്ഷത എല്ലാവരും കാണും എന്ന് പറയുക. എന്നാൽ അവന്റെ പ്രത്യക്ഷയുടെ ആദ്യ ഘട്ടത്തിൽ അവിടുത്തെ ആ കാഹളം ധ്വനിക്കും. പ്രധാന ദൂതന്റെ മഹാശബ്ദത്തോടെ കാഹളനാദത്തോടെ കർത്താവ് കടന്നു വരും. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടുകൂടെ കർത്താവിനെ എതിരേൽക്കാൻ ആകാശമണ്ഡലങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. അതാണ് തെസ്സലോനിക്കർ 1-ാം അധ്യായം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞത്. ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ആ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ പതിയട്ടെ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരുക്കത്തോടെ, ആവേശത്തോടെ അല്ല, ഒരുക്കത്തോടെ കർത്താവിന്റെ ഈ 1-ാമത്തെ പ്രത്യക്ഷതയിൽ 1-ാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവരായി തീരുവാൻ നമ്മുടെ ജീവിതങ്ങളെ കാത്തു സൂക്ഷിക്കാം. ഒരുപക്ഷെ നമ്മൾ കർത്താവിന്റെ 1-ാമത്തെ പ്രത്യക്ഷതയ്ക്ക് മുമ്പ് നമ്മൾ മരിച്ച കർത്താവിന്റെ കാഹളം കേൾക്കുന്നവരായി കർത്താവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കാൻ നമുക്കിടയായി തീരണം. അല്ല, നമ്മൾ ജീവനോട് ഇരിക്കുകയാണ് കർത്താവിന് വരുന്നതെങ്കിൽ നമുക്ക് മറുരൂപരാക്കപ്പെട്ട് ഈ വിശുദ്ധന്മാരോടൊപ്പം കർത്താവിന്റെ അടുക്കലേക്കുള്ള ആ സമാഗമനത്തിൽ പങ്കാളികളായി തീരുവാൻ നമുക്കിടയായി തീരണം. അതിനായി ദൈവകരങ്ങൾ ഏൽപ്പിക്കാം. ഈ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഇനിയും ചിന്തിപ്പിക്കട്ടെ. ഇനിയും ദൈവകരങ്ങൾ നമുക്ക് അർപ്പിക്കാം. എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് ഒരുമിച്ച് ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. കർത്താവിന് സന്നിധിയിൽ ഏൽപ്പിക്കാം.